അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിൽ എല്ലായിടത്തും ശക്തമായ പോരാട്ടം നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്, അല്ലെ? പക്ഷേ പോരാട്ടം എന്ന വാക്കിനൊപ്പം കേരളം ചേർത്ത് വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ കാർട്ടൺ റേസറിൽ ഈ റീക്യാപ്പിൽ നമ്മൾ പരിശോധിക്കുന്നത്. അത് പാലക്കാടാണ്. പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന പാലക്കാടിന്റെ ഒരു മത്സര ചിത്രം പരിശോധിക്കുകയാണ്. മെഗാ ഇലക്ഷൻ ലൈവത്തോണിൽ BJPയുടെ കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ച് ഷാഫി പറമ്പിൽ ഹാട്രിക് വിജയം നേടിയ പാലക്കാടാണ്. ഇക്കുറി BJP തുറുപ്പുചീട്ടായ ശോഭാ സുരേന്ദ്രനെ കളത്തിൽ ഇറക്കിയിരിക്കുകയാണ്, അല്ലെ അഖില? ലൈംഗിക പീഡന ആരോപണ ചുഴിയിൽപ്പെട്ട സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി താര സ്ഥാനാർത്ഥിയായ രമേഷ് പിഷാരടിയെ മണ്ഡലം നിലനിർത്താൻ ഇറക്കി. തുടർച്ചയായി മൂന്നാമത് ആകുന്ന LDF സ്വതന്ത്ര പരീക്ഷണം തുടരുന്നു. NMR റസാക്ക് എന്ന ഹോട്ടൽ വ്യവസായിലൂടെ രാഷ്ട്രീയ കേരളത്തിന്റെ ചങ്കിടിപ്പ് പാലക്കാട്ടേക്ക് പോകാം. സുർജിത് അയ്യപ്പത്ത് വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് സുർജിത് അയ്യപ്പത്ത്. പാലക്കാടിന്റെ മത്സര ചിത്രം പ്രവചനാതീതമാണ്. നമ്മൾ അത് പറയുമ്പോൾ പോലും ഈ ഫൈനൽ ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. പാലക്കാട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എല്ലാവർക്കും എല്ലായിടത്തും ഓടിയെത്താനാകുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ബിനിൽ, ധന്യ, അഖില. എന്തായാലും പാലക്കാടിന്റെ ചിത്രം ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെയാണ്. അത് 2011 മുതൽ എന്നും എക്കാലത്തും കോൺഗ്രസിന്റെ കരുത്ത് തെളിയിക്കുന്ന, UDFന്റെ മികവ് തെളിയിക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. അവിടേക്ക് ഷാഫി പറമ്പിലെത്തുന്നു. പിന്നീട് മുടിചൂടാമനായി 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഹാട്രിക്കിന്റെ മതിപ്പോടുകൂടി ഷാഫി പറമ്പിൽ മുന്നേറുന്ന ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. 2011 ഷാഫി എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ രണ്ടാമതായിട്ടുണ്ടായിരുന്ന ഇടതുപക്ഷമായിരുന്നു, മൂന്നാമതായിരുന്നു BJP. പക്ഷേ 2016 ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഷാഫി ഒന്നാമത്, അത് മികച്ച ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അത് 17,000 കടന്ന ഭൂരിപക്ഷ സംഖ്യയിലേക്ക് ഷാഫി എത്തുന്നു. അതിൽ രണ്ടാമതായി എത്തുന്നത് BJP ആണ്. അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് രണ്ടാമതായി 2016 എത്തുന്നത്. LDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെടുന്നു. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് 2021 തെരഞ്ഞെടുപ്പിലും അത് വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് പിന്നീട് പാലക്കാട് കാണാൻ കഴിയുന്നത്. മെട്രോമാൻ E ശ്രീധരൻ BJP സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം MLA ഓഫീസ് തുറക്കുന്ന ഒരവസ്ഥ. അങ്ങനെ മത്സരം നടക്കുന്നു. ആ മത്സരത്തിൽ കേരളം ശ്രദ്ധിച്ച മണ്ഡലമായി ഏറ്റവും ഒടുവിലേക്ക് പാലക്കാട് മാറുന്ന ചരിത്രവും അങ്ങനെയാണ്. പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രവും അങ്ങനെയാണ്. ഇടത് വലതുപക്ഷങ്ങൾ മാറി മാറി ഭരിച്ച ചരിത്രമുണ്ട്. പക്ഷെ കുറെ കാലമായിട്ട് അവിടെ UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം സ്ഥാനത്ത് BJPക്ക് പ്രതീക്ഷയുള്ള സ്ഥലമാണ്. നിലവിൽ LDFനെ സംബന്ധിച്ച് നിർത്തിയ സ്ഥാനാർത്ഥി പോലും പോരാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ വരെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയാകുമോ ഇത്തവണയും റിസൾട്ട് എന്നൊക്കെയുള്ള വലിയ ആകാംക്ഷയുണ്ട്. മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മണ്ഡലത്തിൽ ഒന്ന് പാലക്കാടാണ്. അതെ, ഞങ്ങളെല്ലാവരും ആണല്ലേ? കേരളത്തിൽ യെസ്. സുജിത്ത്, എന്തായിരിക്കും രണ്ടാമത് വരുമെന്നാണോ പ്രതീക്ഷ? ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലം പിടിക്കും എന്നൊക്കെയാണോ പാലക്കാട്ടുകാർ പറയുന്നത്? BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈബ്രന്റ് ആയ സ്ഥാനാർത്ഥി, അവരുടെ A ക്ലാസ് മണ്ഡലമായി എന്നും വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് പാലക്കാട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നഗരസഭയിലടക്കം കൃത്യമായ സ്വാധീനമാണ്. കഴിഞ്ഞ 3 ടേമുകളിലായി നഗരസഭയിൽ BJPക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. മൂത്താന്തറ പോലെയുള്ള പ്രദേശങ്ങൾ നഗരഹൃദയത്തിലെ പ്രദേശമാണ്. അവിടെയൊക്കെ BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പോലും കാണാത്ത ഇടങ്ങളുണ്ട് പാലക്കാട്. സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രന്റെ ഒരു ആത്മവിശ്വാസം ഉളവാക്കുന്ന വിഷയം അതുതന്നെയാണ് BJPയുടെ അവിടുത്തെ സ്വാധീനം. പക്ഷേ ഔട്ടർ ഏരിയയിൽ മാത്തൂരായാലും പിരായേരി ആയാലും അതോടൊപ്പം കണ്ണാടി ആയാലും ഒക്കെ തന്നെ അത് അധികം തദ്ദേശ സ്ഥാപനങ്ങൾ പാലക്കാട് മണ്ഡലത്തിലില്ല. എന്നിരുന്നാൽ പോലും കണ്ണാടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. തൊട്ടപ്പുറത്ത് ഉള്ള പിരായേരി എന്ന് പറയുമ്പോൾ അത് എന്നും ഒരു സ്വാധീനം, കോൺഗ്രസ് UDFന്റെ സ്വാധീനമുള്ള മേഖലയാണ് പിരായേരി. അതിനപ്പുറത്തേക്ക് മാത്തൂരിൽ എത്തുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അതൊരു ഇഞ്ചോട് ഇഞ്ചാണ്. LDFന്റെ പ്രതീക്ഷ, LDFനും ഇത്തരത്തിൽ, കാരണം NMR റസാക്ക് എന്ന് പറയുന്ന ഒരു പൊതു സ്വതന്ത്രനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. അദ്ദേഹം ആ മണ്ണ് ജന്മനാട്ടിൽ, അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഒരു സ്വാധീനം NMR റസാക്കിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി രമേഷ് പിഷാരടിയെ കൊണ്ടുവരുന്നു. കാരണം UDFന് ഉണ്ടായ ഡാമേജ് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ലൈംഗിക ആരോപണങ്ങൾ അതിന്റെ തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു. കണ്ണാടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഓർമ്മ വന്നു. കാരണം കണ്ണാടി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നത്. കണ്ണാടിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്ന സമയത്താണ് രാഹുൽ
രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നത്, അല്ലേ സുർജിത്ത്? അപ്പൊ കണ്ണാടി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഓർത്തു. വോട്ടർമാർ രാഹുൽ മാങ്കൂട്ടത്തിലെ ഓർക്കുമോ? അന്നത്തെ സപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും. ചില കോൺഗ്രസ്സുകാരും ഒക്കെ ഒളിവിലും മറവിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലാതെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ? ഈ കണ്ണാടി എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ഓർക്കുന്നത് തന്നെ പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് മറ്റൊരു പഞ്ചായത്തിന്റെ പേര് പറയുമ്പോ സരിനെ ഓർമ്മ വരും. പിരായിരി. കറക്റ്റ്. ഏതാ അതെന്തായിരുന്നു? പ്രശോഭ് വത്സനെ ഇപ്പോ അതേ പാതയിലാണ്. അതുകൂടെ ചേർത്ത് ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, പ്രശോഭ് വത്സനുണ്ട്. അപ്പൊ അങ്ങനെ പേരുകൾ ഒരുപാടുണ്ട് കോൺഗ്രസിന് ഇങ്ങനെ മറച്ചു വെച്ച് വോട്ട് ചോദിക്കാൻ. അപ്പം എന്താണ് അവസ്ഥ? വോട്ട് ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ എവിടെ പോയി ഞങ്ങളുടെ കൗൺസിലർ എന്നൊക്കെ ചോദിക്കില്ലേ? പ്രശോഭനെ കിട്ടിയില്ലല്ലോ. 100% ആ വിഷയം ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ്, അല്ലെങ്കിൽ UDF അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ് ഈ വിഷയം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പ്രശോഭ് വത്സൻ എന്ന കൗൺസിലർ, കോൺഗ്രസിന്റെ നേതാവ്, എപ്പോഴും നിഴലായി എല്ലാ ദൃശ്യങ്ങളിലും, ഒട്ടുമിക്ക ദൃശ്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടത്തായോ വലത്തായോ നിൽക്കാറുള്ള ആളാണ് പ്രശോഭ് വത്സൻ. പ്രശോഭ് വത്സൻ ഇങ്ങനെ ഒരു ലൈംഗിക പീഡന പരാതിയിൽ കുടുങ്ങുന്നൊരവസ്ഥ, അതിൽ ഒളിവിൽ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക്, അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം BJPയും ഇടതുപക്ഷവും അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം തന്നെ എങ്ങനെ മാറും, ഏത് തരത്തിലേക്ക് പാലക്കാടിന്റെ ചിത്രം മാറുമെന്ന് പറയാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അതിൽ നിയമസഭാ തലത്തിൽ എങ്ങനെയാണ് BJP രണ്ടാമതാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല ഉണ്ടായ സാഹചര്യം. അതിൽ കൃത്യമായ മാർജിനോട് രണ്ടാം സ്ഥാനത്തെത്തിയത് ഇടതുപക്ഷമാണ്. ഈ NMR റസാഖിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ തദ്ദേശവാസി ആയതിനാൽ തന്നെ അവിടെ കാലങ്ങളായുള്ള ഹോട്ടൽ നടത്തിപ്പും ഹോട്ടൽ വ്യവസായവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു ഇടപെടൽ, പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ധാരാളം സോഷ്യൽ മീഡിയയിലടക്കം അതിൻ്റെ ഒരു പവർ വലിയ അളവിൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ സ്ഥാനാർത്ഥിയുടെ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പൊസിഷൻ, നിലപാടുകളടക്കം മാറിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എങ്ങനെയാകും ന്യൂനപക്ഷ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്നതിൽ അപ്പോൾ നിർണായകമാകും അല്ലേ? അത് പറയുന്നതിനൊപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ തവണ SDPI പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് UDFന് പിന്തുണ നൽകി. ഇത്തവണ SDPIയുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണല്ലോ, അല്ലേ? അപ്പം UDF രണ്ടാമത് വരുന്നാണോ? അല്ല, അത് LDFന് അനുകൂലമായി വന്നു. അല്ല, അതുകൂടെ ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ ഈ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അത് പോവോ? അന്ന് കിട്ടിയ വോട്ട് SDPIക്കാർ വോട്ട് ചെയ്തുകൊണ്ട് മാത്രം പാലക്കാട് ജയിക്കുന്നില്ല. എങ്കിലും അതൊരു നിർണായക വോട്ടാണ്, അല്ലേ സുർജിത്ത്? അല്ല, SDPIക്ക് സ്വാധീനമുണ്ട്, സ്വാധീനമില്ല എന്ന് പറയാൻ കഴിയില്ല. അത്യാവശ്യം ചില പോക്കറ്റുകളിലൊക്കെ സ്വാധീനമുള്ള പാർട്ടിയാണ് SDPI. പക്ഷേ അതൊരു വിധി നിർണയത്തിലേക്ക് എത്താവുന്ന വിധത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും. അവരുടെ പൊസിഷൻ എപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു രീതിയിലേക്കില്ല. എന്തായാലും ആ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാകും. പക്ഷേ അത് രമേഷ് പിഷാരടിക്കാണോ NMR റസാഖിനാണോ അനുകൂലമാവുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ സ്വാഭാവികമായും അത് വിധി നിർണയത്തെ ബാധിക്കും. ശോഭാ സുരേന്ദ്രൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്, അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഒരു ഫയർ അത് എത്രമാത്രം ഗുണം ചെയ്യും, ഏത് തരത്തിലാണ് ഗുണം ചെയ്യുക എന്നുള്ളത് കാണണം. മാത്രമല്ല BJPക്കകത്തുള്ള വിഭാഗീയത, ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രമാണ് പാലക്കാട് BJP സംബന്ധിച്ച്. പക്ഷേ BJPക്കകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. അതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വരെ ഇടപെടൽ പല ഘട്ടങ്ങളിലും ഉണ്ടായ അനുഭവമുണ്ട്. കഴിഞ്ഞ നഗരസഭാ ചെയർമാൻ പ്രമീളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. അവർക്ക് C കൃഷ്ണകുമാർ പക്ഷവും ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ പ്രശാന്ത് പക്ഷേ അവിടെ പ്രധാനമന്ത്രി എത്തിയിട്ട് ഒരു ശോഭ പകർന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ഒരു ശോഭയുണ്ട്. പക്ഷേ സ്ത്രീ വിഷയത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതിനോടൊന്നും അത്ര പറഞ്ഞാൽ പോരാന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾ MLA പേടിക്കണം, ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയാണ് എന്ന് പറയുന്നവരൊന്നും ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ കോൺഗ്രസിനെ വിലയിരുത്താൻ പാടില്ല ഒരു പ്രധാനമന്ത്രി. നരേന്ദ്രമോദിക്ക് വന്നിട്ട് പറയാം, പക്ഷെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് എനർജി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ ഇതിൽ നോട്ട് ചെയ്തൊരു കാര്യം, LDF ഉയർത്തുന്നതിനേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം BJP ആണ് ഉയർത്തുന്നത്, അല്ലേ? വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി തന്നെ UDF ഉയർത്തുന്നത് പോലെ ശബരിമല വിഷയം NDA ഉയർത്തുന്നില്ല, പ്രധാനമന്ത്രി ഉയർത്തുന്നില്ല. അതും പറഞ്ഞു വരുന്നത്. ഡീലിലേക്ക് എത്താം. നമുക്ക് ആ ഡീലിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഡീൽ എന്തായിരുന്നു, ജനങ്ങളുടെ ഡീൽ എന്തായിരുന്നു എന്ന് വളരെ വേഗത്തിൽ പരിശോധിക്കാം. പാലക്കാട് മുനിസിപ്പാലിറ്റി NDA നിലനിർത്തി, കണ്ണാടി LDF നിലനിർത്തുകയായിരുന്നു, പിരായിരി UDF നിലനിർത്തി. മാത്തൂർ പഞ്ചായത്തിൽ സമനിലയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വേഗത്തിൽ അടുത്ത കാർഡിലേക്ക് പോകാം. ഇത് തന്നെ എത്രയും കാർഡുള്ളൂ, അല്ലേ? അതെ, പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളാണ്. അത് മാത്തൂരിലാണ് ഒരു മാറ്റം വന്നത്. മാത്തൂരിൽ
സമനിലയിലേക്ക് പോയിട്ടുണ്ട് കാര്യങ്ങൾ. Yes, അത് വലിയ LDF-നെ സംബന്ധിച്ച് വലിയ ക്ഷീണം ഉണ്ടായത് മാത്തൂരിലാണ്. ഇതിനൊക്കെ ഈ നേരത്തെ പിരായിരിയുടെ കാര്യം പറഞ്ഞ പോലെ പിരായിരി ആ പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, അതായത് എന്തായിരുന്നു അത്, ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ, ആ സമയത്ത് തന്നെ വലിയ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിക്കകത്ത്. അത് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളെ ആ കാർഡ് കാണുമ്പോൾ ഒരു കൗതുകം അതിനകത്തുണ്ട്. 2015 നോക്കൂ, പാലക്കാട് മുനിസിപ്പാലിറ്റി NDA ആണ്, 20 NDA ആണ്, 25 NDA ആണ്. കണ്ണാടി 2015-ലും 20-ലും 25-ലും LDF ആണ്. പിരായിരിയും ഈ 3 തെരഞ്ഞെടുപ്പുകളിലും UDF ആണ്. മാത്തൂരിൽ മാത്രമാണ് 2025-ൽ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ ആ കണക്ക് നോക്കുമ്പോൾ LDF-നാണ് ക്ഷീണം, അല്ലെ? അതെ, സമനിലയിലേക്ക് എത്തിയത് വലിയ ക്ഷീണമാണ്. പക്ഷേ എങ്ങനെയായിരിക്കും പാലക്കാട് വിധി എഴുതുക എന്നറിയില്ല. നേരത്തെ സുർജിത്ത് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സ്വാധീനമുള്ള ആളാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. പക്ഷേ അതിനപ്പുറത്തേക്ക് BJP-യിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ അവർ നിപ്പ് കണ്ടില്ലേ? അത് മാത്രമല്ല ധന്യ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പാലക്കാട് BJP-ക്ക് അത്രയേറെ അനുകൂലമാക്കിയ മണ്ഡലമാക്കിയത് നേരത്തെ ശോഭ അവിടെ വന്ന് മത്സരിച്ചപ്പോഴായിരുന്നു. അപ്പൊ ശോഭ തന്നെ തിരിച്ചെത്തുന്നു. അതും പ്രത്യേകിച്ച് വിന്നബിലിറ്റി വളരെ നെക്ക് ടു നെക്കായി നിൽക്കുന്നു എന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ശോഭയുടെ സാന്നിധ്യം അത് BJP-യെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്, പ്രതീക്ഷയാണ്. ഒരിക്കലും എഴുത്തള്ളാൻ സാധിക്കില്ല. മാത്രമല്ല ശോഭ സുരേന്ദ്രൻ അവരുടെ കയ്യിൽ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ്. കാരണം ശോഭയ്ക്ക് അക്രോസ് ദ പാർട്ടി ലൈൻസ് വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഭയങ്കര പക്വതയോടെയാണ് അവരിപ്പോൾ ഓരോ വാക്കുകളും. ആ ശോഭ യൂത്തിന്റെ വോട്ട് അത് ശോഭാ സുരേന്ദ്രൻ തുക്കിയെടുക്കാനുള്ള സാധ്യത, സ്ത്രീകളുടെ വോട്ട്, അതായത് അവരെ പിടിച്ചു നിർത്താനുള്ള ഒരു കാര്യം. ഇപ്പം ഞാൻ പറയാം, ഈ നേതാക്കൾ ആരും ശോഭാ സുരേന്ദ്രൻ തന്നെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ, പാർട്ടിക്കകത്ത് തന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു രീതിയിലൂടെ, പക്ഷെ അന്ന് യൂത്ത് സംസാരിച്ചിരുന്നു. BJP അതായത് APF-കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആ യൂത്ത് സംസാരിച്ചിരുന്നു. അത് അവരവിടെ വോട്ടാക്കും. ഇനി അവിടുത്തെ മുതിർന്ന നേതാക്കൾ എന്തൊക്കെ അടിയുണ്ടാക്കിയാലും അവിടുത്തെ ആളുകൾ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കും. ശോഭയുടെ ശോഭ അവിടെ തന്നെ നിൽക്കും എന്നതാണ്. ഇനി പാലക്കാട്ടെ വികസനം കൂടി നമുക്ക് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. കാരണം അവിടുത്തെ MLA കുറച്ചധികം കാലം അവിടെ ഉണ്ടായിരുന്നില്ല. പാലക്കാട് നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം പക്ഷേ നവീകരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ്. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം നവീകരിച്ചിട്ടുണ്ട്. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് അവസാന പീഡന കേസിലെ പ്രതിയായി ഈ ഭാഗങ്ങളിലേ ഉള്ളൂ ഈ വികസനം. അത് ക്യാഷ് ചെയ്യാൻ, ഈ വികസനം ക്യാഷ് ചെയ്യാൻ അവിടെ UDF-ന് സാധിക്കുമോ എന്നുള്ളതാണ്. എപ്പോഴും ഓർക്കും, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച ഒരാൾ, രാഷ്ട്രീയമായിട്ട് പല ഇടപെടൽ നടത്തിയ ആൾ, പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരാൾ എന്തിനായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നും കേട്ടോ. ഇപ്പോഴും ശരി, നമുക്ക് അവിടുത്തെ എന്തൊക്കെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് കൂടെ പരിശോധിക്കാം. പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ്. ജൈവ മാലിന്യ സംസ്കരണത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. നെൽകർഷകരുടെ പലവിധ പ്രതിസന്ധികൾ പരിഹരിച്ചിട്ടില്ല. തെരുവുനായ ശല്യം രൂക്ഷമായിരുന്നു. പൊതുഗതാഗത സംവിധാനങ്ങളുടെ കുറവ് അവിടെ വലിയ പ്രശ്നമായിരുന്നു. അതായത് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരുപാടൊന്നും മെച്ചപ്പെട്ടിട്ടില്ല പാലക്കാട് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം നമ്മൾ ഇതുവരെ എടുത്ത ബിന്നിലെ ഇത്രയും നേരമായിട്ട് അഖില നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ഒന്നുകിൽ അവിടുത്തെ MLA നല്ലതാണെന്ന് ആൾക്കാർ പറയും. അതായത് ഒരു 40+60-ക്കുള്ളിൽ നല്ലതായിരുന്നു എന്ന് പറയും. ആദ്യമായിട്ടാണ് ഒരു MLA-യുടെ പ്രകടനം ചോദിച്ചിട്ട് ഏറ്റവും മോശം മാർക്ക് നൽകുന്നത്. അത് നമുക്ക് MLA-യുടെ ഗ്രേസ് കാർഡ് അല്ലേ, പ്രോഗ്രസ് കാർഡ് നോക്കാം. തൃപ്തിയുണ്ട് MLA-യിൽ എന്ന് പറയുന്നത് വെറും 13.8%. കുഴപ്പമില്ല എന്ന് പറയുന്നത് 56.9%. അസംതൃപ്തർ 29%. അപ്പൊ ആ ഗ്രാഫ് നോക്കുമ്പോൾ MLA-ക്ക് അനുകൂലമല്ല കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാവുകയാണ്. ആ കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. പാലക്കാട് സർക്കാരിന്റെ പ്രകടനത്തിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? തൃപ്തരാണ് 46.2% പേർ. കുഴപ്പമില്ല എന്ന് പറയുന്നത് 29.2% പേരാണ്. അസംതൃപ്തരുണ്ട് 24.6%. അതാണ് പാലക്കാടിന്റെ ഒരു ഇപ്പൊ നമ്മൾ നേരത്തെ ചരിത്രം പറഞ്ഞപ്പോൾ അവിടെ മാറി മാറി ഭരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഒരു അത് വേറൊരു ഇതായിരുന്നു. അതായത് ഷാഫി പറമ്പിൽ അങ്ങോട്ട് വരുന്നു, ഷാഫി പറമ്പിൽ അവിടെ ഇങ്ങനെ അവിടുത്തെ എനിക്ക് ഓർമ്മയുണ്ട് 21-ലെ ആ മത്സരം, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലെയും മത്സരം, അതായത് നമ്മൾ കേസുകാരനായിട്ട്, അതായത് ഇങ്ങായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് പാലക്കാട്ടേക്കാണ്. അവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈ ശ്രീധരൻ ഇതാ ജയിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അല്ല, ഈ ശ്രീധരൻ അല്ല, തിരിച്ച് ഷാഫി വരുന്നു. അതാ ഭയങ്കര ഒരു ഗ്രാഫ് മാറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം ഏറ്റവും കട്ടിംഗ് ദ സീറ്റ് എഡ്ജ് ത്രില്ലർ ആയിട്ട് നമ്മൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് അതായിരുന്നു. മറ്റെവിടെയും തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും NDA-ക്ക് BJP-ക്ക് അത്ര സ്വാധീനമില്ല. പക്ഷെ പാലക്കാട് അതുണ്ട്, മുഖ്യ ശത്രു ഇതാണ് എന്നൊക്കെയുള്ള രീതിയിലൊരു കാര്യം ഉണ്ടായത്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ വളരെ ഞെട്ടിപ്പിച്ച ഒരാൾ കൂടിയാണ് ഷാഫി. പക്ഷേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രക്ഷോഭിന്റെ കാര്യം ഇരിക്കുന്നത് കൊണ്ട് ഷാഫിക്ക് കൂടി ആ പരാതിയിൽ എന്തായാലും ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് ഷാഫിയെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഏതാ ഷാഫി നന്നായിട്ട് ഇറങ്ങിയോ? ഷാഫി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വിശാലടിക്ക് വേണ്ടി
പിഷാരടി കാര്യമായി ഷാഫിയുടെ തന്നെ സാന്നിധ്യം ഉണ്ട് മണ്ഡലത്തിൽ. ഷാഫിയുടെ സാന്നിധ്യം നന്നായുണ്ട്. അപ്പം പിഷാരടി ഷാഫിയുടെ നോമിനി തന്നെയാണ് യഥാർത്ഥത്തിൽ. അപ്പം രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡാമേജ് അവിടെ ഏറ്റിട്ടില്ല എന്ന് കാണിക്കേണ്ടത് ഷാഫിയുടെ ഉത്തരവാദിത്വം കൂടിയാണ്, ഷാഫിയുടെ ബാധ്യതയാണ്. അപ്പൊ ഷാഫി കാര്യമായി തന്നെ ഇറങ്ങുന്നുണ്ട്. പ്രക്ഷോഭിന്റെ കാര്യത്തിലാണെങ്കിലും അത് ഉത്തരവാദിത്തം ഉറപ്പായും ഷാഫിയുടെ. അനുയായിയാണ്. എംപിയുടെ പേര് ഉൾപ്പെടെ ഈ ഉപദ്രവിക്കുന്ന സമയത്ത് പറഞ്ഞു എന്ന മൊഴി ഉൾപ്പെടെ പുറത്തു മൊഴിയുണ്ട്. അതായത് വന്നിരുന്നല്ലോ. ഷാഫിയുടെയും അപ്പൊ എന്തായാലും ജനവിധി അറിയുന്നതിന് വേണ്ടി നമുക്ക് 7 മണി വരെ. മെയ് 4 വരെ രാത്രി കാത്തിരിക്കണം. പറയില്ലേ പക്ഷെ നമ്മുടെ വിധി അറിയുന്നതിന് വേണ്ടി, നമ്മൾ പഠിച്ച് തയ്യാറാക്കിയ വിധി അറിയുന്നതിന് ഇന്ന് 7 മണി വരെ സുജയ പാർവതിക്കായി കാത്തിരിക്കും.